അമ്മയ്ക്ക് വേറൊരു പിടിവാശി ഉണ്ടായിരുന്നു. 80-ആം വയസ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡ്രൈവിംഗ് അങ്ങ് നിർത്തും. അപ്പം 80 വയസ്സ് കഴിഞ്ഞ് ഈ പൊന്നുപോലെ സൂക്ഷിച്ച മസ്ത RX-7 ഒരു പുതിയ ആളെ കണ്ടുപിടിച്ച് ഒരു പുതിയ ഓണറിനെ അതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാളെ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് NBC ഇങ്ങനെ ഇത്രയും കാലം ഡെയിലി ഡ്രൈവ് ചെയ്ത് ഈ ഒരു RX-7നെ പറ്റി ഒരു വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ചാനലിലെ ഇന്റർവ്യൂ ഒരുപാട് ആളുകൾ കണ്ടു. ഏകദേശം 400 മുകളിൽ ഇമെയിൽസ് ആണ് അമ്മൂമ്മയ്ക്ക് ലഭിച്ചത്. അതിനകത്ത് ഒരു നോട്ടബിൾ ഇമെയിൽ ഉണ്ടായിരുന്നു. അത് മസ്തയുടെ PR ഡിവിഷനിൽ നിന്നായിരുന്നു. അവർ ഒരുപാട് ആഗ്രഹത്തോടുകൂടി ആ വണ്ടി ഞങ്ങൾ തന്നെ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് അതായാലും സംഗതി ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി നാഗസാക്കിയിലെ പുള്ളിക്കാരി എടുത്ത അതേ ഡീലർഷിപ്പിൽ തന്നെ ഈ വണ്ടി കൊടുക്കുകയും അവരത് മസ്തയുടെ ഹെഡ് ഓഫീസിലേക്ക് അയക്കുകയും ചെയ്തു. ഇന്ന് മസ്തയുടെ ഹെഡ് ഓഫീസിലാണ് ഈ പറഞ്ഞ RX-7 ഇരിക്കുന്നത്. മസ്തയുടെ CEO പറഞ്ഞത് ഈ ഒരു കാര്യത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, വണ്ടി എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് മാത്രമല്ല, അത് ചിലരുടെ ജീവിതത്തിലെ ഒരു പങ്കാളി കൂടിയാണ് എന്നുള്ള കാര്യം. JDM ലെജൻഡൊക്കെ ആണെങ്കിലും റോട്ടറി എഞ്ചിൻ പ്രീമേച്ചറായിട്ട് കേടായി പോകുന്നതിൽ നൊട്ടോറിയസ് ആണ്. അതുകൊണ്ട് തന്നെ 25 വർഷം ഈ ഒരു വണ്ടി പൊന്നുപോലെ സൂക്ഷിച്ച് ഡെയിലി ഡ്രൈവറായിട്ട് കൊണ്ടു നടന്ന ഈ അമ്മൂമ്മയാണ് ശരിക്കും JDM അമ്മൂമ്മ.